സ്നേഹമുള്ളവരെ, ആരാധനാക്രമ മത്സരത്തിൽ ഇന്ന് കൈത്താകാലം ആരംഭിക്കുകയാണ്. കൈത്ത എന്ന വാക്കിനർത്ഥം വേനൽക്കാലം എന്നാണ്. വേനൽക്കാലത്താണല്ലോ വിളവെടുപ്പും ഫലശേഖരണമൊക്കെ കൂടുതലായിട്ട് നടക്കുക. സഭയുടെ വളർച്ചയെയും ആത്മീയ വിളവെടുപ്പിനെയും അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന കാലമാണ് കൈത്താകാലം. സ്ത്രീകന്മാരുടെ രക്തസാക്ഷികൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേരുപിടിച്ച സഭ പടർന്ന് പന്തലിച്ച് ഫലം ചൂടി നിൽക്കുന്നതിനെയാണ് ഈ കൈത്താകാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. ഇന്നത്തെ വചന വിചിന്തനത്തിനായിട്ട് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. വിരുന്നുശാലയിലെ പ്രമുഖ സ്ഥാനങ്ങൾക്ക് വേണ്ടി അതിഥികൾ പൊരുതുന്ന കാഴ്ച കണ്ട് ക്രിസ്തുവിൻ്റെ വിയോജനക്കുറിപ്പാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രമേയം. വിരുന്നുകൾ ഇഷ്ടമില്ലാത്ത ആരാണുള്ളത്? നമ്മളൊക്കെ വിരുന്നുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. എത്രയെത്ര വിരുന്നുകളിലാണ് നമ്മൾ പങ്കെടുത്തിരിക്കുന്നത്. വിവാഹ വിരുന്നാകാം, അതല്ലെങ്കിൽ മാമോദിസയോടനുബന്ധിച്ചുള്ള വിരുന്നാകാം. അങ്ങനെ പല വിധത്തിലുള്ള വിരുന്നുകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. വിരുന്നുകളിലെ വിശിഷ്ട വിഭവങ്ങളുണ്ടെങ്കിൽ വിളിക്കാതെ തന്നെ വിരുന്നിന് പോകുന്ന മാന്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ചിലപ്പോഴൊക്കെ അവർക്ക് പണി കിട്ടാറുണ്ടെന്നുള്ള സത്യമാണ്. അവരെ തിരിച്ചറിഞ്ഞാൽ പിടിച്ച് പുറത്താക്കാറൊക്കെ ഉണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം വിരുന്നുശാലയിലെ വിഭവങ്ങളെക്കാൾ ആകർഷകമായിട്ടുള്ളത് അവിടുത്തെ പ്രധാന സ്ഥാനങ്ങളാണ്. അവരെപ്പോഴും പ്രധാന സ്ഥാനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആദ്യം ഭക്ഷണം വിളമ്പിയിരുന്നത് ഈ പ്രധാന പീഠങ്ങളിൽ ഇരിക്കുന്നവർക്കാണ്. അതുപോലെ കാലുകഴുകൽ തുടങ്ങിയ വിരുന്നിൻ്റെ ആചാര മര്യാദകൾ ആദ്യം ലഭിച്ചിരുന്നത് ഈ പ്രധാന പീഠങ്ങളിൽ ഇരിക്കുന്നവർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രധാന പീഠങ്ങൾ വിരുന്നുശാലയിലെ വലിയ ആകർഷകമായ സ്ഥാനമായിരുന്നു. ഈ സ്ഥാനങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി കലഹിക്കുന്ന കണ്ട് ഈശോ അവരോട് പറയുകയാണ്, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും. സ്നേഹമുള്ളവരെ, ദൈവമാണ് ഒരാളെ ഉയർത്തുന്നതും വളർത്തുന്നതും ഒക്കെ. കയ്യൂക്കും തന്ത്രവും മന്ത്രമൊക്കെ ആയിട്ട് സ്വന്തമാക്കിയതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും കൈവിട്ടു പോകാം. അങ്ങനെ അധപതിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് ചരിത്രം സാക്ഷിയാണ്. താഴ്ന്നവരെ ഉയർത്തുന്നവനാണ് ദൈവം. വിക്കനായി പിൻനിരയിലിരുന്ന മോശയെ ആരാണ് മുൻനിരയിലേക്ക് കയറ്റിയിരുത്തിയത്? ആരാണ് പിടിച്ചുയർത്തിയത്? ദൈവമാണ്. അതുപോലെ കരുത്തിലും കാഴ്ചയിലും ദുർബലനായിരുന്ന ദാവീദിനെ മുൻനിരയിലേക്ക് കയറ്റിക്കൊണ്ടുവന്നിരുത്തിയത് ആരാണ്? ദൈവമാണ്. അവിടെ ദാവീദ് ഒന്നുമല്ലായിരുന്നു, പക്ഷേ ദാവീദിനെ ദൈവം മുൻനിരയിലേക്ക് കയറ്റിയിരുത്തി. ഇനി നസ്രത്തിൽ വിനീത ദാസിയായി മറിയത്തെ ദൈവമാതാവിൻ്റെ പ്രധാന പീഠത്തിലേക്ക് കയറ്റിയിരുത്തിയത് ദൈവമാണ്. അതായത് യജമാനൻ വന്ന് മുൻനിരയിലേക്ക് ക്ഷണിച്ച് ഇരുത്തിയവരാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ നെടുന്തൂണുകളായി മാറിയിട്ടുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും എളിമയോടുകൂടെ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ചിലർക്കൊക്കെ വലിയ തിരക്കാണ്. തിക്കും തിരക്കും കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റാനായിട്ട്. എന്തിനാണ്? അവർക്ക് ഇഷ്ടമുള്ള സീറ്റ് സ്വന്തമാക്കാൻ. അവർക്ക് പ്രധാനപ്പെട്ട സീറ്റ് കിട്ടണം. ഏറ്റവും പിന്നിൽ പറ്റില്ല. അവിടെ നിന്ന് ചിലപ്പോൾ അത് യാത്ര ചെയ്യുമ്പോൾ അത് തണ്ടൽ വേദന എടുക്കും. അവരെക്കുറിച്ച് മാത്രം പരിഗണനയുള്ളവരാണ്. മറ്റുള്ളവരെക്കുറിച്ച് അവർക്ക് ഒരു കൺസേണും ഇല്ല. സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പരിഗണിക്കുകയും അതിനുവേണ്ടി എത്ര അധ്വാനിക്കാനും തയ്യാറാകുക, അതിനുവേണ്ടി തിക്കും തിരക്കും കൂട്ടുക. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എളിമയില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയും അവർക്കില്ല. അതുപോലെ തന്നെ കുമ്പസാരക്കൂടിന് മുന്നിലും കാണാം ഈ തിക്കും തിരക്ക്. അതെന്താണ്? പാപഭാരം താങ്ങാനാവാതെയാണ് അവർ തിക്കും തിരക്കും കൂട്ടുന്നത്. കുമ്പസാരിക്കാണ് തിരക്ക് കൂട്ടുന്നത്? അല്ല, അവർക്ക് ആദ്യം വേണം. എല്ലാത്തിനും പ്രഥമരാവണം അവർക്ക്. ഇനി കുർബാന സ്വീകരിക്കാൻ വരുമ്പോഴും നോക്കിക്കോ, അവർ ഏറ്റവും മുമ്പ് ഏറ്റവും ആദ്യം അവർക്ക് കിട്ടണം. അവർക്കത് നിർബന്ധമാണ് വാസ്തവത്തിൽ. ഞാൻ എൻ്റെ ഇടവയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ചില ആളുകൾ. അവർ പിന്നിലായിരിക്കാം നിൽക്കുന്നത് കുർബാനയുടെ സമയത്ത്. പക്ഷേ
കുർബാന സ്വീകരണത്തിൻ്റെ സമയമാകുമ്പോൾ മുന്നിലേക്ക് ഓടി വരുന്നത് കാണാം. എന്തിനാണ്? ഈശോയെ സ്വീകരിക്കാൻ കൊതിമുത്തിട്ടാണോ? അതൊന്നുമല്ല, മറിച്ച് അവർക്ക് ആദ്യം കിട്ടണം, ആദ്യം കുർബാന സ്വീകരിക്കണം. അത് അവരുടെ ഒരു പറയില്ലേ, എല്ലാത്തിനും ഒരു പരിഗണന അവർക്ക് വേണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ്. എപ്പോഴും മുമ്പന്മാരാകണം, എപ്പോഴും മുൻനിരയിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു കാര്യം ഓർക്കണം, ദൈവം എളിയവരെ ഉയർത്തുന്നു. ദൈവമാണ് നമ്മെ കൈപ്പിടിച്ച് ഉയർത്തുന്നത്. അപ്പോൾ ദൈവം ഉയർത്തുന്നത് എളിമയുള്ളവരെയാണ്. നമ്മൾ എത്ര കഴിവ് കുറഞ്ഞവരാണെങ്കിലും ദൈവം നമ്മെ കൈപ്പിടിച്ചുയർത്തും. ദൈവം നമ്മെ മുൻനിരയിലേക്ക് കയറ്റിയിരുത്തും. അത് മനസ്സിലാക്കി നമ്മുടെ അനുദിന ജീവിതത്തിൽ എളിമയോടുകൂടെ വർത്തിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.